താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. ഈ മാസം 8-ന് വിധി പറയും. കുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന വാദം പരിഗണിക്കരുതെന്ന് ഷഹബാസിന്റെ കുടുംബം വാദിച്ചു. നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. പ്രതികളുടെ രക്ഷിതാക്കൾക്കും പങ്കുണ്ട്. അവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തണമെന്നും ഇക്ബാൽ ആവശ്യപ്പെട്ടു. എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാകുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെൻ്ററിൻ്റെ ആളുകൾ ഇതിലുണ്ട്. അവർക്കറിയാൻ കഴിയുന്നത് അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട്. അതായത് ജഡ്ജി പറഞ്ഞാൽ ഞങ്ങളെന്ന് കുട്ടികളെ കൊണ്ടുപോകാനുള്ള രീതിയിൽ വന്നു. പക്ഷേ എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ട ആറാടി മണ്ണിലുള്ളത്. അവരിന്ന് സന്തോഷത്തിൻ്റെ പുറമെ വന്നത്. അവർ കൊണ്ടുപോകാൻ ഓപ്പൺ ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടെ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള രീതിയിൽ അവരിന്ന് വന്നത്. അത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് ഇന്നിപ്പോൾ നടന്നു പോകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ആ കുട്ടികളെ കൊണ്ടുപോകാനുള്ള സന്നാഹങ്ങളുമായാണ് രക്ഷിതാക്കൾ ഇന്ന് എത്തിയതെന്നാണ് ഷഹബാസിന്റെ പിതാവ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ജാമ്യാപേക്ഷ വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇരുഭാഗങ്ങളും ഉന്നയിച്ച വാദങ്ങൾ എന്തെല്ലാമായിരുന്നു? കൂടുതൽ വിശദാംശങ്ങൾ. അതുല്യ, ഷഹബാസ് വധക്കേസിലെ ഈ കുറ്റാരോപിതരായ പ്രതികളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് പരിഗണിക്കുന്നതിനിടെ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് ഇന്ന് കോടതിയിൽ നടന്നത്. ഈ വാദിഭാഗത്തിന് വേണ്ടി അഭിഭാഷകരായിട്ടുള്ള KP മുഹമ്മദ് ആരിഫും ഒപ്പം തന്നെ UK ജലീലുമാണ് ഹാജരായത്. അവർ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ്റെ ഭാഗങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇവർ കുട്ടിക്കുറ്റവാളികളാണ് എന്നുള്ളതുകൊണ്ട് അവർ നിയമത്തിൻ്റെ പരിരക്ഷ ഒരിക്കലും അർഹിക്കുന്നില്ല. നിർഭയ കേസിൽ സുപ്രീം കോടതി അത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപൂർവമായ കേസുകളിൽ ഇത്തരത്തിൽ കുട്ടിക്കുറ്റവാളികൾ ഒരു നിയമപരിരക്ഷയും അർഹിക്കുന്നില്ല എന്ന കാര്യം അത് കോടതി മുൻപാകെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ കേസിൽ വിധി പറയുന്നത് 8-ലേക്ക് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച ഈ കേസ് ഇവരുടെ ജാമ്യാപേക്ഷ ആദ്യം പരിഗണിച്ചിരുന്നു. അത് പിന്നീട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് അത് വിധി പറയാൻ 8-ലേക്ക് മാറ്റിയിരിക്കുന്നു. ഷഹബാസിൻ്റെ പിതാവ് ഇക്ബാൽ പറയുന്നത് നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. മാത്രമല്ല പ്രതികളുടെ രക്ഷിതാക്കൾക്കും ഈ കേസിൽ പങ്കുണ്ട്, ട്യൂഷൻ സെൻ്ററിനും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതികളുടെ രക്ഷിതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റം, പ്രേരണാകുറ്റം ചുമത്തി അവർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു. മാത്രമല്ല ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നുകൂടി അവർ വാദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നേരത്തെ പ്രോസിക്യൂഷൻ വാദിച്ചതും. ഒരു കാരണവശാലും നിയമപരിരക്ഷയ്ക്ക് ഇവർ അർഹരല്ല എന്ന് വാദിക്കുന്നു. അതേസമയം തന്നെ പ്രതിഭാഗം വ്യക്തമാക്കിയത് ഈ സംഘർഷം നടന്നത് സ്കൂളിനും കിലോമീറ്ററുകൾ മാറി 20 കിലോമീറ്ററോളം ദൂരത്താണ് എന്ന രീതിയിലാണ് വാദിച്ചത്. അങ്ങനെ ഒരു വിചിത്രമായ വാദമാണ് ഇന്ന് പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നും ഉയർന്നത്. എന്നാൽ സ്കൂളും ഈ സംഘർഷം നടന്ന സ്ഥലവും തമ്മിൽ കേവലം 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ഷഹബാസിൻ്റെ പിതാവും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും എല്ലാം തന്നെ വ്യക്തമാക്കുന്നു. ആ പ്രോസിക്യൂഷൻ അക്കാര്യം കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമോ അല്ല കോടതി ജാമ്യം നിഷേധിക്കുമോ എന്ന കാര്യം 8-ാം തീയതി നമുക്കറിയാൻ സാധിക്കും. അതുല്യ. ശരി റിയാസ്, താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ ജാമ്യാപേക്ഷ വിധി പറയാൻ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഷഹബാസിന്റെ പിതാവ് ഈ കുറ്റവാളികളായ കുട്ടികളുടെ രക്ഷിതാക്കളെ അടക്കം അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററിനെയും പ്രതി ചേർക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും റിയാസ് KMR.